എനിക്ക് നീറ്റ് എഴുതാൻ ആഗ്രഹമുണ്ട്. ഞാനിപ്പോൾ +1 +2 പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. നീറ്റ് 2023 അല്ലെങ്കിൽ നീറ്റ് 2024 എഴുതണം എന്ന് ആഗ്രഹമുള്ള ഒരു സ്റ്റുഡൻ്റാണ്. എനിക്ക് പക്ഷേ ഇപ്പോഴൊരു ഡൗട്ടാണ്, ഞാൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യണോ അതോ ഞാൻ സെൽഫ് പ്രിപ്പയർ ചെയ്താൽ എനിക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ ഉള്ള ഒരു സ്റ്റുഡൻ്റാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കണ്ടിരിക്കണം. ഈ വീഡിയോയും ഈ ഒരു സീരീസിലൂടെ ഡോപ്പയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സെൽഫ് പ്രിപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ്, കുറേ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനൊന്ന് ഫുൾഫിൽ ചെയ്യുക, അല്ലെ അതിനൊന്ന് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത്. മൈസെൽഫ് ഒമർ മുഹമ്മദ്. ഞാനിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു 3rd ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ഞാൻ നീറ്റ് 2019 എഴുതിയിരുന്നു. അന്ന് എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 1016 ആൻഡ് കേരള റാങ്ക് 117 ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്നൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും ഫോർമലി പോയിരുന്നില്ല. കൂടുതലും എൻ്റെ തന്നെ സെൽഫ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസിലൂടെ ആയിരുന്നു എത്തിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസിൽ ഞാൻ അന്ന് യൂസ് ചെയ്ത, അല്ലെങ്കിൽ അന്ന് എനിക്കുണ്ടായിരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതെന്തായാലും ഒരുപാട് പേർക്ക് ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. സോ ആ ഒരു ഇത് കാരണമാണ് എന്താ പറയുക, ആ ഒരു ക്വസ്റ്റ്യൻസ് അഡ്രസ്സ് ചെയ്യുക ഈ ഒരു സീരീസിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അതായത് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തായാലും പോകണം എന്നുള്ളത്. അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ജോബ് എന്നുള്ളതാണ്. ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് എൻട്രൻസ് എന്താ പറയുക ക്രാക്ക് ചെയ്ത് തരുമോ? നിങ്ങളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾ എന്തായാലും എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ഉണ്ടോ? ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഒരു ഗൈഡാണ്. അത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും. ഇപ്പോൾ നമ്മൾ ഡോപ്പയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഡോപ്പൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഡോപ്പയിലുള്ളവരൊക്കെ ഡോക്ടേഴ്സാണ്. നമ്മളെന്താ പറയുക, മെഡിക്കൽ കോളേജസിൽ ഈ നീറ്റ് എൻട്രൻസ് എക്സാമിനേഷനൊക്കെ എഴുതി കഴിഞ്ഞവരാണ്. സോ നമുക്കറിയാം ഈ ഒരു പാത്ത് എങ്ങനെയാണ് നീറ്റിൻ്റെ ഒരു ജേർണി എന്നുള്ളത്. അതിൽ കുട്ടികൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, കുട്ടികൾക്ക് ആവശ്യമുള്ള റിസോഴ്സസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. സോ ആ ഒരു ഗൈഡ് എന്നൊരു ജോബാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. അതെന്തിനാണ് നിങ്ങൾക്കൊരു ഗൈഡിന് ആവശ്യം? ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വർഷം 16-17 ലക്ഷം പേര് എഴുതുന്നുണ്ട് എൻട്രൻസ് എന്ന് പറയുന്നത്, അല്ലേ? അതിലാകെ ഇപ്പോൾ എന്താ പറയുക, കേരളത്തിലാകെ 1000 സീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 99.9ലും കൂടുതൽ, അതിലും കൂടുതൽ എന്താ പറയുക, അത്രയും ടോപ്പ് 0.01% നമ്മൾ എത്തേണ്ട ഒരു അവസ്ഥയാണ് ഈ എൻട്രൻസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ടൈറ്റായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ, ഒരു എക്സാം ആകുമ്പോൾ ഒബ്വിയസ്ലി നമുക്കതിലൊരു ക്ലിയർ ഗൈഡൻസിൻ്റെ ഒരു ആവശ്യമുണ്ട്. ഈ ഒരു ഗൈഡൻസ് ആണ് ആക്ച്വലി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്തിനാണ് ഈ ഗൈഡൻസ് എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് റിസോഴ്സസ്, ഇപ്പോൾ ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന കുറച്ച് പ്രോബ്ലംസ് ഇതാണ്. ഞാൻ ഏത് ബുക്ക് യൂസ് ചെയ്യും, ഏത് ബുക്കാണ് നല്ലത്, അതുപോലെ തന്നെ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു കോൺസെപ്റ്റ് മനസ്സിലായില്ല, ഞാനത് എവിടെ നിന്ന് ക്ലിയർ ആക്കും, ആരോട് ചോദിക്കും. അതേപോലെ തന്നെ ഇതൊന്നും അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആൻസർ ടെസ്റ്റ് സീരീസ് ആവശ്യം വരും. നമുക്ക് OMR ഷീറ്റിൽ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. നീറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മളങ്ങനെ തിയറിയോ ഇതൊക്കെ പഠിച്ചു പോകാന്നുള്ളതല്ല. അത് നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നീറ്റിൻ്റെ അന്ന് നമുക്കത് OMR ഷീറ്റിലേക്ക് അത് എത്തിക്കാൻ പറ്റണം. സോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ കിട്ടിയാൽ തന്നെ സ്റ്റിൽ ഈ ഒരു ജേണി എന്ന് പറയുന്നത് ഒരുപാട് എന്താ പറയുക ഫെയിലിയേഴ്സ് അലോങ് ദ വേ എന്തായാലും വരും. നിങ്ങൾ ആരാണെങ്കിലും നീറ്റിൻ്റെ ജേണിയിൽ നിങ്ങളെ there will at least be one moment where നിങ്ങൾക്ക് ഇത് നിർത്തിയാലോ, ഇത് എന്താ പറയുക, ഇറ്റ് ഈസ് ടു മച്ച് ടു ടേക്ക് എന്ന് തോന്നുന്നൊരു മൂമെൻ്റ് എന്തായാലും വരും. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു ഗൈഡ് ആവുന്നത് ഒരു ജോലിയാണ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആക്ച്വലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇഫ് യു ക്യാൻ എൻഷുർ ഓൾ ഓഫ് ദീസ് തിങ്സ്, അതായത് ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തം ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി പ്രിപ്പയർ യുവർ സെൽഫ്. ഈ ഒരു സീരീസിൽ അങ്ങനെ ഞാൻ സെൽഫ് പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ആസ്പെക്ട്സ് ഒക്കെ സ്വന്തമായിട്ട് മാനേജ് ചെയ്തത്, എൻ്റെ ഗൈഡ്, എൻ്റെ റിസോഴ്സസ്, എനിക്കുണ്ടായിരുന്ന സപ്പോർട്ട്, എൻ്റെ മോട്ടിവേഷൻ, ഇതൊക്കെ എന്താണ് എന്നുള്ളതാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു സീരീസിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഇതാണ് നമ്മളെ ഫസ്റ്റ് വീഡിയോയിൽ എനിക്ക് അഡ്രസ്സ് ചെയ്യാനുള്ളത്. ഞാൻ ഈ പറഞ്ഞ 3-4 കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എൻഷുർ ചെയ്യാൻ പറ്റുമെങ്കിൽ യു ക്യാൻ ആക്ച്വലി പ്രിപ്പയർ യുവർ സെൽഫ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ഏരിയ എന്ന് പറയുന്നത് മോട്ടിവേഷൻ്റെ ഒരു ആസ്പെക്റ്റാണ്. നമ്മളിപ്പോൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ട്. അതായത് ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എപ്പോഴും എന്താ പറയുക, നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നത് ഒരേ ഗോൾസ് ഉള്ള, ഒരേ എയിമുള്ള സ്റ്റുഡൻസാണ്. അപ്പോൾ അതിൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ടെസ്റ്റ് കഴിഞ്ഞാൽ
മാർക്സ് വരും, അതിൽ ടോപ്പേഴ്സ് വരും. അപ്പോൾ അവരെ മാർക്സൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഡയറക്ഷൻ ഉണ്ട്, നമുക്ക് എയിം ചെയ്യാനൊരു പോയിൻ്റ് ഉണ്ട്. പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ നമുക്ക് ഇല്ലാതാവുന്നത് ഈ ഒരു ഇതാണ്, നമുക്ക് ആരെയും നോക്കാനില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു എന്താ പറയുക, എത്ര മാർക്സ് സ്കോർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു മനസ്സിലായില്ല, ഒരു ഡയറക്ഷൻ്റെ ഒരു പ്രശ്നം നമുക്ക് പലപ്പോഴും ഉണ്ടാവും. അത് മോട്ടിവേഷനെ നല്ലോണം ബാധിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസിപ്ലിനാണ്. അൺലെസ് ആൻഡ് അൺടിൽ യുവർ സെൽഫ് പ്രിപ്പറേഷൻ പറ്റില്ല. സെൽഫ് പ്രിപ്പറേഷന് നിർബന്ധമാണ്. അതായത് നിങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു സെൽഫ് ഡിസിപ്ലിൻ വേണം. നിങ്ങൾക്ക് തന്നെ പഠിച്ച് നിങ്ങൾക്ക് തന്നെ കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെൻറ്റാലിറ്റി, ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സെൽഫ് പ്രിപ്പറേഷൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ വെൻ തിങ്സ് എന്താ പറയുക ഗെറ്റ് ഹാർഡ്, നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് അല്ല, അതിനൊരു പ്രവണത ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ സെൽഫ് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിരിക്കും. സോ ഈ ഒരു 1-2 കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിസിപ്ലിൻ ഉണ്ടോ, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ സോഴ്സ് ഓഫ് മോട്ടിവേഷൻ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റുമെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ അതാണ് ഈ ഒരു ഫസ്റ്റ് വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയുള്ള കമ്മിങ് വീഡിയോസിൽ ഞാൻ എന്താ പറയുക, റിസോഴ്സസ് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം വരാം സെൽഫ് പ്രിപ്പറേഷനിലുള്ള. പ്ലസ് വൺ പഠിക്കുന്ന സ്റ്റുഡൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു ഗ്രൂപ്പാണ് ഈ ഒരു സീരീസിൻ്റെ. കാരണം നിങ്ങൾക്കാണ് ഏറ്റവും ബെസ്റ്റ് ടൈം, നിങ്ങൾക്ക് ഒരുപാട് ടൈമുണ്ട്. നിങ്ങൾക്ക് മറ്റുള്ളവരെ റിപ്പീറ്റേഴ്സ് പ്ലസ് ടു അവരൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ടൈം ഉള്ളത്. സോ അവർക്കുള്ള കുറച്ച് കാര്യങ്ങളും ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സീരീസിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ. ഫോളോ ഡോപ്പ.